ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാവരും നോക്കുന്ന ഒന്നാണ്. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ആം ആദ്മി പാർട്ടി, ബി.ജെ.പി, കോൺഗ്രസ് ഇവർ 3 പേരും തമ്മിലുള്ള ശക്തമായ പോരാട്ടമാണ്. കോൺഗ്രസ് എന്തായാലും ഒരു വൻ തിരിച്ചുവരവിനാണ് ഒരുങ്ങുന്നത്. പക്ഷെ ആ തിരിച്ചുവരവ് അവർക്ക് അധികാരം പിടിക്കാൻ പറ്റുമെന്ന് ഇപ്പോഴും സംശയമാണ്. പക്ഷേ ബി.ജെ.പിയും ആം ആദ്മി പാർട്ടിയും കട്ടയ്ക്ക് കട്ടയ്ക്കാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ സംശയം എന്ന് പറയുന്നത് ഇപ്പോൾ ആം ആദ്മി എന്ന് പറയുന്നത് അഴിമതി തൂത്തുവാരാനാണ് അവർ ചൂലൊക്കെ കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ബി.ജെ.പി ആണെങ്കിൽ ഒരു തിരിച്ചു വരവിനുള്ള ഒരുക്കത്തിലാണ്. ഇനി എന്തായാലും 3-ാം തവണ ഡൽഹിയിൽ ആം ആദ്മി ആയിരിക്കും അധികാരം പിടിക്കുന്നത്, അഥവാ ആം ആദ്മിയുടെ ചൂല് വാങ്ങിച്ച് ആം ആദ്മിയെ തന്നെ തൂത്തുവാരി ബി.ജെ.പി കളയുമോ? എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യമായി തന്നെയാണ് AAP ആണ് അവിടെ തങ്ങളുടെ പാർട്ടി രൂപീകരിച്ച് 2015 അതോടൊപ്പം തന്നെ 2020 അധികാരത്തിൽ വന്നത്. അതിനു മുൻപ് 2013 അധികാരത്തിൽ വന്നിരുന്നു. അത് കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയാണ്. പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നീടുണ്ടായ 2015 തിരഞ്ഞെടുപ്പിൽ 70-ൽ 67 സീറ്റും AAP സ്വന്തമാക്കുന്നു, 3 സീറ്റ് BJP നേടുന്നു. പിന്നീട് 2020 തിരഞ്ഞെടുപ്പിൽ 62-3 AAPക്ക് 62 സീറ്റും കോൺഗ്രസിന് 8, BJPക്ക് 8 സീറ്റുമാണ്. 2 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് 0 സീറ്റാണ്. അത് ഏറ്റവും വലിയ കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് നാം ഡൽഹി നോക്കിക്കാണാനുള്ളത്. കാരണം ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഒരു ഉരുക്കുകോട്ടയായിരുന്നു ഡൽഹി. അവർ തന്നെ തുടർച്ചയായി അധികാരത്തിൽ വരുന്നു. ഷീലാ ദീക്ഷിതിനെ പോലുള്ള ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു നേതാവ് ഈ ഡൽഹിയുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരവസ്ഥയെല്ലാം ഉണ്ട്. അവർ പിന്നീട് കേരളത്തിന്റെ എല്ലാം ഗവർണറായി വരുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഷീലാ ദീക്ഷിതിനെ വ്യക്തമായി തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഡൽഹിയിൽ ഒരു ഭരണസിരാ കേന്ദ്രമാണല്ലോ. ഡൽഹി പിടിക്കുക എന്നത് എല്ലാ പാർട്ടിയുടെയും മോഹമാണ്. അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തും. നാം നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു പണ്ട് കേന്ദ്ര ഭരണ പ്രദേശമായിരുന്നു. ഇപ്പോഴും സംസ്ഥാനമാണെങ്കിൽ പല അധികാരങ്ങളും അവർക്കില്ല. കാരണം അതിന്റെ പോലീസിന്റെ ചുമതലയായാലും മറ്റ് സുരക്ഷാ ക്രമീകരണം എല്ലാം ഇപ്പോഴും കൈയാളുന്നത് കേന്ദ്ര സർക്കാരാണ്. ഏത് കേന്ദ്ര സർക്കാരാണോ അവിടെ ഭരണം നടത്തുക, ആ കേന്ദ്ര സർക്കാരിനാണ് ഇതിന്റെ കൃത്യമായ ചുമതലയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയൊരു സംസ്ഥാനത്തിനാണ് ഇത്രയും പ്രാധാന്യം ലഭിക്കുന്നത്. അത് പ്രധാനപ്പെട്ടത്. കാരണം പാർലമെന്റ് ഉൾപ്പെടെയുള്ള ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഈ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ള എല്ലാവരുടെ ഓഫീസുകളും വസതികളും കേന്ദ്രമന്ത്രിമാരുടെ വസതികളും പല പ്രമുഖ സ്ഥാപനങ്ങളും ഇരിക്കുന്നതും പല ഭരണസിരാ കേന്ദ്രങ്ങളും ഇരിക്കുന്ന ഡൽഹിയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പാർട്ടികളും ഈ ചെറിയൊരു സംസ്ഥാനം ലക്ഷ്യമിട്ട് നീങ്ങുന്നത്. അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോൾ ആ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ AAP ഈ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് 48-ലധികം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പിന്നീട് ഇപ്പോൾ BJP 29 സീറ്റുകളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാണാനുള്ളത്, കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. ആ ഇന്ത്യ മുന്നണിയുടെ ഒരു മത്സരം നടന്ന ഒരിടമാണ് ഈ ഡൽഹി. കാരണം ഈ കോൺഗ്രസ് AAPയും തമ്മിൽ സഖ്യമായി മത്സരിക്കുകയും BJP ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്ത ഒരു ലോക്സഭ ആ അവസ്ഥയായിരുന്നു നാം ഡൽഹിയിൽ കണ്ടത്. പക്ഷെ ഏറ്റവും ഞെട്ടിച്ചുകൊണ്ട് അപ്പോഴേക്കും പല സർവേകളും വന്നിട്ടുണ്ട്. കാരണം 2019 തെരഞ്ഞെടുപ്പിൽ BJPക്ക് 7 സീറ്റും അന്ന് അവിടെ നേടിയിരുന്നു. പക്ഷേ 2024 വരുമ്പോൾ ആ 7 സീറ്റ് ലഭിക്കില്ലെന്നായിരുന്നു പല സർവേകളും പറഞ്ഞിരുന്നത്. കാരണം നമുക്കറിയാം, 2 പാർട്ടികൾ ഒരുമിച്ച് മത്സരിക്കുകയാണ്. AAPയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയും മുൻപ് ഭരിച്ചിരുന്ന പാർട്ടിയും ഒറ്റക്കെട്ടായി പോലും മത്സരിച്ചിട്ട് BJPയുടെ 7 സീറ്റ് നഷ്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. നാം ഹരിയാന തെരഞ്ഞെടുപ്പ് കണ്ടിരുന്നിട്ടുണ്ട്. കാരണം ഹരിയാനയിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ട് അതിന് പിന്നീട് ആ ഭരണവിരുദ്ധ വികാരങ്ങൾ BJPക്കെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സർവേകളും പ്രതീക്ഷിച്ചിരുന്നത് അവിടെ BJP പരാജയപ്പെടുകയും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നായിരുന്നു കണ്ടത്. പക്ഷെ ആ സമയങ്ങളിലെല്ലാം അങ്ങനെ ഈ ഭരണവിരുദ്ധ വികാരങ്ങൾ മറികടക്കാനായി RSS നേരിട്ട് ഈ പ്രചരണത്തിന് ഇറങ്ങുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ഓരോ വീടാന്തരം കയറി BJPയേക്കാൾ കൃത്യമായി തന്നെ അവിടെ പ്രചരണം നടത്താൻ RSSന് കഴിഞ്ഞിരുന്നു. അത് തന്നെയായിരുന്നു നാം മഹാരാഷ്ട്രയിലും കണ്ടത്. മഹാരാഷ്ട്രയിലും ഇത്തരത്തിലായിരുന്നു.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് ഇന്ത്യ മുന്നണിയായിരുന്നു. ആ ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ആ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ്. പക്ഷെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ വലിയ ഭൂരിപക്ഷത്തിനാണ് BJP-യുടെ സഖ്യം വിജയിച്ചു കയറുന്നത്. ആ സമയം നാം നോക്കുമ്പോൾ അറിയാം, കൃത്യമായി തന്നെ RSSന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. RSS ഈ വീട് വീടാന്തരം കയറി ജനങ്ങളുമായി സംസാരിച്ച് ഈ BJP-യുടെ മുൻ ക്ഷേമ പദ്ധതികളും നരേന്ദ്രമോദിയുടെ പദ്ധതികളുമെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചായിരുന്നു വലിയ വിജയം നേടിയത്. കാരണം BJP വെറും 152 സീറ്റിൽ മത്സരിച്ചിട്ട് 132 സീറ്റ് നേടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു 20 സീറ്റ് മാത്രമാണ് പരാജയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ BJP-യുടെ കൂടെയുള്ള ശിവസേനയും NCPയും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് സമാനമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്. RSS എല്ലാം അവിടെ അറിയാമോ, ചെറിയ ചേരികൾ കേന്ദ്രീകരിച്ചാണ് ഡൽഹി പ്രദേശം. കാരണം സാധാരണക്കാരാണ്, ചേരികളും ചെറിയ ചെറിയ ഗ്രാമങ്ങളുമുള്ള ഒരു പ്രദേശമാണ് ഡൽഹി. നഗരം മാത്രമല്ല, ഈ വിജയവും തോൽവിയും എല്ലാം നിയന്ത്രിക്കുന്നതും ഈ വലിയ നിർണായക നിമിഷങ്ങളിൽ ആരെ വിജയിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇത്തരം ഈ ചേരികൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് RSS ഇപ്പോൾ ചേരികൾ കേന്ദ്രീകരിച്ച് വലിയ പ്രചരണമാണ് കാഴ്ചവെക്കുന്നത്. കാരണം ഇലക്ഷൻ പ്രഖ്യാപിക്കും മുമ്പ് തന്നെ, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ഈ ആം ആദ്മിയുമായി ബന്ധപ്പെട്ട AAPയുമായി ബന്ധപ്പെട്ട അഴിമതി കഥകൾ ജനങ്ങളിൽ നേരിട്ടെത്തിക്കുകയും അതോടൊപ്പം തന്നെ BJP എന്താണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട ലഘുലേഖകളും ഈ ചേരികളിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാം മറ്റൊരു കാര്യം നോക്കിക്കാണാനുള്ളത്, ഈ ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മോദി അങ്ങനെ സജീവമായിരുന്നില്ല. കാരണം അപ്പോഴെല്ലാവരും പറഞ്ഞിരുന്നു ഹരിയാനയിൽ BJP പരാജയപ്പെടാൻ പോവുകയാണ്, അതുകൊണ്ടാണ് മോദി ഈ പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്ന് അങ്ങനെ ഒരു പ്രസ്താവനകളും ചില മാധ്യമ റിപ്പോർട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു. അതൊരു പരിധിവരെ ശരിയായിരുന്നു. കാരണം മോദി അന്ന് ഹരിയാനയുമായി ബന്ധപ്പെട്ട് ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ അവിടെ സന്ദർശിച്ചത് ഒരു 1-2 തവണ മാത്രമായിരുന്നു. അവിടെ പ്രചരണത്തിന് തന്നെ എത്തിയത്. അപ്പോഴെല്ലാവരും കരുതി ഇനി പരാജയം BJP സമ്മതിച്ചത് കൊണ്ടാണ് മോദി അവിടെ എത്താതിരിക്കുന്നതെന്നാണ് എല്ലാവരും പൊതുധാരണ ഉണ്ടായിരുന്നത്. പക്ഷെ അടിത്തട്ടിൽ കൃത്യമായി പ്രവർത്തനം നടത്തുകയും അവിടുത്തെ പ്രാദേശിക നേതാക്കളെ ഉയർത്തിക്കാട്ടിയായിരുന്നു അന്ന് വോട്ട് നേടിയത്. ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പ് നാം എടുത്താൽ അറിയാം, എല്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും മോദിയുടെ മുഖം ഉയർത്തിക്കാട്ടിയാണ് BJP വോട്ട് നേടുന്നത്. പക്ഷെ ഹരിയാനയിൽ അത് സംഭവിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ അതെല്ലാം BJP-യുടെ ഒരു തന്ത്രമായിരുന്നു. അത് തന്നെ നാം മഹാരാഷ്ട്രയിലും കണ്ടു. മഹാരാഷ്ട്രയിലും ഈ ഫഡ്നാവിസിനെയും അതോടൊപ്പം തന്നെ ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെയും എല്ലാം ഉയർത്തിക്കാട്ടിയാണ് അവിടെ പ്രചരണം മുന്നോട്ട് പോയത്. മോദി അവിടെ സജീവമായിരുന്നില്ല. പക്ഷേ നാം ഡൽഹിയിൽ മറ്റൊരു അവസ്ഥയാണ് കാണുന്നത്. ഡൽഹിയിൽ മോദി സജീവമായിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ തന്നെ അവിടെ പല പ്രചരണ യോഗങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഖം ഉയർത്തിക്കാട്ടിയാണ് BJP അവിടെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത തരത്തിലുള്ള തന്ത്രങ്ങളിലേക്കാണ് BJP മാറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ AAP സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ആ പാർട്ടി പിറന്നു വീണ മണ്ണാണ് ഡൽഹി. അപ്പോൾ ആ മണ്ണിൽ നിന്നും വിജയിച്ച് വീണ്ടും എത്തിയാൽ മാത്രമേ അവർക്ക് ഒരു മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വളരാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ പഞ്ചാബിലുണ്ട്. പഞ്ചാബിൽ ഇപ്പോൾ ആ പാർട്ടിയുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് നടത്തുകയാണ്. അങ്ങനെ ഡൽഹിയിൽ അധികാരത്തിൽ ഇരുന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വളരാനുള്ള ശ്രമം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ഈ ഡൽഹി പിടിച്ചാലേ കഴിയുള്ളൂ. പക്ഷെ അവരെ ഇപ്പോൾ അലട്ടുന്ന പ്രധാന വിഷയം, ആദ്യം അജിന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചൂലുമായി ബന്ധപ്പെട്ട് അവർ രംഗത്ത് വരികയും അഴിമതി തുടച്ചു നീക്കുമെന്നെല്ലാം അവകാശവാദങ്ങളുമായി ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. അവസാനം ഈ അഴിമതി കേസിൽ ഒരു പാർട്ടി ആദ്യമായി തന്നെ പ്രതി ചേർക്കപ്പെട്ടു എന്നൊരു പേര്, കളങ്കം ഈ AAP പാർട്ടിക്ക് ഉണ്ടായി. കാരണം പണ്ടെല്ലാം നമുക്കറിയാം, ഒരു അഴിമതി കേസ് വരുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിലോ മന്ത്രിയുടെ പേരിലോ അല്ലാതെ ഒരു മുഖ്യമന്ത്രിയുടെ പേരിലായിരിക്കും. പക്ഷെ ആദ്യമായിരിക്കും ഒരു പാർട്ടി അതിൽ പ്രതി പട്ടികയിൽ ചേർക്കുന്നത്. അത് ഈ പാർട്ടിയാണ്, AAP ആണ് ആദ്യമായി തന്നെ പ്രതിപട്ടികയിൽ ചേർത്തത്. എന്തായാലും അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം, മുഖ്യമന്ത്രി തന്നെ ജയിലിൽ പോകുന്നു, ഉപമുഖ്യമന്ത്രി ജയിലിൽ പോകുന്നു, അവരുടെ MLA-മാർ ജയിലിൽ പോകുന്നു, MP ജയിലിൽ പോകുന്നു. അങ്ങനെ ഇപ്പോൾ വലിയ ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം തന്നെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും അവരെ വേട്ടയാടുന്നു. പക്ഷെ അവർ ഇതെല്ലാം മറികടക്കാൻ ശ്രമിക്കുന്നത് പല ഈ ജനപ്രിയ പദ്ധതികളുമായാണ് അവർ ഇപ്പോൾ രംഗത്ത് വരുന്നത്. പല ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ശക്തമായ തിരഞ്ഞെടുപ്പാണ് ഡൽഹി കാത്തിരിക്കുന്നത്. പക്ഷെ എല്ലാവരും ഉറ്റുനോക്കുന്നത് RSSന്റെ നീക്കങ്ങളാണ്. മഹാരാഷ്ട്രയിലും അതോടൊപ്പം തന്നെ ഹരിയാനയിലും അവർ ഈ സൈലന്റ് ആയിട്ട് മൗനമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഡൽഹിയിലും അത് തുടരുകയാണ്. പക്ഷെ മോദി
കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ സജീവമല്ലാതിരുന്നു. പക്ഷേ ഡൽഹിയിൽ സജീവമാവുകയാണ്. ഇതെല്ലാം എന്താണ് ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുമോ അതോ ഇനി AAPയുടെ തന്ത്രങ്ങൾ വിജയിക്കുമോ എന്നത് നാം തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴായിരിക്കും അറിയുക. പക്ഷേ AAP സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും നിർണായകം. കാരണം BJPക്ക് പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലുണ്ട്. പക്ഷേ AAPക്ക് കയ്യിലുള്ള പഞ്ചാബ് കഴിഞ്ഞാൽ പിന്നെ കയ്യിലുള്ള ഒരു സംസ്ഥാനമാണ്. അത് കളഞ്ഞു കുളിക്കാൻ എന്തായാലും AAP തയ്യാറാകില്ല. അവർ അവസാന ഘട്ടം വരെ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകും.